ഇത് ഒരു ഞങ്ങൾ നേരത്തെ തന്നെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും കുറ്റവാളികളാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നടപടി സ്വീകരിക്കും. ഇപ്പോൾ നിങ്ങളാരെങ്കിലും റിപ്പോർട്ട് കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടുണ്ടോ? അപ്പോൾ അത് വരാതെ ഇതിൻ്റെ മേലെ ഊഹാപോഹങ്ങൾ സൃഷ്ടിച്ച് പ്രചാരവേല സൃഷ്ടിച്ച് ആളുകളുടെ ആശയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതി ശരിയല്ലല്ലോ. അതുകൊണ്ട് ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് കാര്യങ്ങളൊന്നും ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നതല്ല. റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാക്കട്ടെ. അതിനുശേഷം അവിടെ പൂരം അലങ്കോലമായി എന്നുള്ളൊരു വസ്തുതയാണ്. അതിന് ആരാണോ കുറ്റവാളികളെ മുൻകൂട്ടി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ കുറ്റവാളികളെ നിർണ്ണയിക്കപ്പെടുന്നത് ശരിയല്ല. പിന്നെ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് എന്തിനാണ് വരുന്നത്? ഒരു ഗവൺമെൻറ് ഒരു അന്വേഷണത്തിന് ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞാൽ ആ അന്വേഷണ റിപ്പോർട്ട് എന്താണെന്ന് നോക്കി അതിനകത്തുള്ള ഉള്ളടക്കം അത് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളതാണെങ്കിൽ അപ്പം ഉന്നയിക്കാൻ കഴിയും. അതാണ് യഥാർത്ഥം ചെയ്യേണ്ടത്. അതല്ലാതെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ കുറ്റവാളികളെ മുൻകൂട്ടി നിർണ്ണയിക്കുക എന്ന് പറയുന്ന രീതിയോട് യോജിക്കാൻ കഴിയില്ല. ജനയുഗം പത്രത്തിൽ വന്ന കാര്യങ്ങൾ എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ഞാൻ എറണാകുളത്തായിരുന്നു. ലോറൻസിൻ്റെ മൃതശരീരം, അദ്ദേഹത്തിൻ്റെ ക്രിമേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അദ്ദേഹത്തിൻ്റെ അദ്യോപചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പൂർണ്ണമായിട്ട് ഞാൻ ഇന്നലെ എറണാകുളത്താണ്. എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. രാത്രി വളരെ വൈകിട്ടാണ് തിരുവനന്തപുരത്തെത്തിയത്. ഇന്ന് ജനയുഗം പത്രവും എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ വായിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അത് CPI ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പരസ്പരം ചർച്ച ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളുണ്ട്. അതിലെന്താ പ്രശ്നം? മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ കാര്യമാണ്. അതിൻ്റെ അപ്പുറത്തുള്ളൊരു വിഷയമൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നടപടികൾക്ക് പിന്തുണ നൽകുന്നൊരു രാഷ്ട്രീയ സംവിധാനമാണ്. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിൻ്റെ അപ്പുറത്ത് റിപ്പോർട്ട് പുറത്തു വന്നതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഉദ്യോഗസ്ഥന് പറ്റിയ പിഴവാണത്. ആ പിഴവ് സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുക്കാൻ കാരണം. അതാണ് അതിൻ്റെ കാര്യം. CPI ആവർത്തിച്ച് ഇക്കാര്യത്തിൽ ആവർത്തിച്ച് അവരുടെ നിലപാട് പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ജനയുഗം പത്രത്തിലൂടെ അല്ലെങ്കിൽ പല നേതാക്കളും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ വിഷയം തുടങ്ങി ഇന്നോ ഇന്നലെയായാലും ഇത്രയും ദിവസമായിട്ടും CPIയുടെ അതിർത്തി പരിഹരിക്കാൻ എന്തുകൊണ്ട് CPM കഴിയുന്നില്ല? അതല്ല, CPIൻ്റെ അഭിപ്രായങ്ങളെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച് അത് ചർച്ച ചെയ്യാനും നമുക്ക് സാധിക്കില്ല. CPI ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അഭിപ്രായം വന്നു കഴിഞ്ഞാൽ CPM-ഉം CPI-യും കൂടിയാലോചിക്കേണ്ട വിഷയമാണെങ്കിൽ തീർച്ചയായിട്ടും കൂടിയാലോചിക്കും. ഞങ്ങൾ LDF-ൻ്റെ കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് ഏതെങ്കിലും വ്യക്തത വരുത്തേണ്ടുന്ന പ്രശ്നമുണ്ടെങ്കിൽ അത് അവരുമായിട്ട് സംസാരിച്ച് വ്യക്തത വരുത്താൻ വേണ്ടി ശ്രമിക്കും. ഒരു തവണയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഞാൻ കൺവീനറായതിനു ശേഷം നടത്തിയിട്ടുള്ളത്. അപ്പം അതിനകത്ത് പറഞ്ഞ വിഷയങ്ങൾ അവർ പ്രകടമാക്കിയിട്ടുള്ളതാണ്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇപ്പം ആ പ്രശ്നം ബിനോയ് വിശ്വം സ്ഥലത്തില്ല. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അദ്ദേഹം ഇന്നോ നാളെയോ എത്തുള്ളൂ. ഇന്ന് എത്തുമെന്നാണ് തോന്നുന്നത്. ഇന്ന് എത്തിത്തെ കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം അവിടെ മഹാരാഷ്ട്രയിൽ അവരുടെ ഒരു പാർട്ടി കൗൺസിൽ മീറ്റിംഗ് ഉണ്ട്. ആ പാർട്ടി കൗൺസിൽ യോഗത്തിന് ശേഷം ഞങ്ങൾക്ക് പരസ്പരം കാണാൻ കൂടി കഴിയണ്ടേ? കണ്ടിട്ടല്ലേ സംസാരിക്കാൻ കഴിയും. ഇപ്പം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്യും. അവരുന്നയിച്ച ഏത് പ്രശ്നമാണെങ്കിലും ഞങ്ങൾ പരസ്പരം നല്ല ബന്ധമാണ്. ആ ബന്ധത്തിനൊരു ഒലച്ചിലുമില്ല. ആ കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യേണ്ട വിഷയമാണെങ്കിൽ പരസ്പരം ചർച്ച ചെയ്യണം. അത്രയും കാര്യങ്ങൾ പറയാം. CPI ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ്. അതൊരു ശരിയായ നടപടിയായി ഇടതുമുന്നണി കാണുന്നു. CPI പറയുന്ന എല്ലാ വിഷയങ്ങൾക്കും എനിക്ക് മറുപടി പറയാൻ പറ്റുന്നതല്ല. ആ പാർട്ടി തന്നെയാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മറുപടി പറയേണ്ടത് വിഷയമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തെങ്കിലും വ്യക്തത വരുത്തേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായും വ്യക്തത വരുത്തി പരസ്പരം കൂടിയാലോചനയിലൂടെ വ്യക്തത വരുത്തി പറയുന്നതിന് വേണ്ടി ശ്രമിക്കും. ഗവൺമെൻറ് അഭിപ്രായം പറയട്ടെ. ഗവൺമെൻറ് അന്വേഷിച്ച ഒരു റിപ്പോർട്ട് ഗവൺമെൻറ് മുമ്പാകെ ഉണ്ടല്ലോ. അത് സംബന്ധിച്ച് ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്താണെന്നുള്ളത് മനസ്സിലാക്കട്ടെ. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ തീരുമാനമെടുക്കുന്ന സമയത്ത് അവിടെ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുന്ന സമയത്ത് ADGP കുറിച്ച് വന്നിട്ടുള്ള ചില ആരോപണങ്ങളുണ്ടല്ലോ. അതിനു മുമ്പാണല്ലോ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് അന്വേഷണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. വന്നതിന് ശേഷം അതിനെക്കുറിച്ച് എന്ത് നിലപാട് എന്നുള്ളത് നമ്മൾ പറയാൻ വേണ്ടി പറയേണ്ടതാണെങ്കിൽ പറയാം.